ATC പിഴവിനെ തുടർന്ന് പാകിസ്ഥാൻ വ്യോമപാതയിൽ പ്രവേശിച്ച് എയർ ഇന്ത്യ വിമാനം അമൃത്സർ വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നതിനിടെയാണ് എയർ ഇന്ത്യ AI 479 എന്ന വിമാനം പാക് വ്യോമപാതയിൽ കയറിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ പറയൂ. സുഹേൽ, ഇന്നലെയാണ് എയർ ഇന്ത്യയുടെ AI 479 എന്ന ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള വിമാനം നേരിയ സമയത്തേക്ക് പാകിസ്ഥാൻ വ്യോമപാതയിൽ പ്രവേശിച്ചത്. അത് അമൃത്സറിലെ വിമാനത്താവളത്തിലുള്ള ATCയുടെ പിഴവിനെ തുടർന്നാണ്. ഈ വിമാനത്താവളത്തിലെ റൺവേയിൽ ചില പരിശോധനകൾ നടക്കുന്നത് കൊണ്ട് വിമാനം വട്ടമിട്ട് പറക്കാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ATC നൽകുകയായിരുന്നു. അതിനുശേഷം ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നതിനിടയിലാണ് ചില കോർഡിനേറ്ററുകളിൽ പിശക് വരികയും അല്പനേരത്തേക്ക്, വളരെ ഹ്രസ്വ നേരത്തേക്ക്, അത് 1-2 നിമിഷം നേരത്തേക്ക് മാത്രമാണ് അമൃത്സറിന്റെ വ്യോമപാതയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അല്പനേരത്തേക്ക് വിമാനം പാകിസ്ഥാന്റെ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറന്നത്. ഈ ഒരു അബദ്ധം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ അധികൃതർ പാകിസ്ഥാൻ ATCയുമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നാലെ വിമാനം ഡൽഹിയിലേക്ക് തന്നെ വഴിതിരിച്ചു വിടുകയായിരുന്നു. സുഹേൽ, അർജുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.